ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറയണം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഇന്നത്തെ നമ്മുടെ എനർജി എന്ന് ചെക്ക് ചെയ്യാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ടവറാണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ടവർ എന്ന് പറഞ്ഞാലേ ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടി എന്നാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് നേരെ വിപരീതമായ കാര്യം സംഭവിക്കുക എന്നാണ്. അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒരു കാര്യം സംഭവിക്കുക. ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, ചിലപ്പോൾ അത് ചീത്തയായിരിക്കാം. നമ്മൾ നല്ല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അത് ഉൾട്ട അടിക്കുക. ഇനി നമ്മൾ വളരെ നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ പെട്ടെന്നൊരു നല്ല കാര്യം സംഭവിക്കുക. ഇത് ചേഞ്ച് എന്നൊരർത്ഥമാണ് ഈ ടവറിന് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ഇന്നൊരു മാറ്റം പ്രതീക്ഷിക്കണം. നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂഷ്വൽ ട്രേറ്റിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു മാറ്റം വരുന്നു എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ സത്യങ്ങൾ എന്നറിയാൻ പോകുന്നു എന്നാണ്. നമുക്ക് പരിവർത്തനം ഉണ്ടാക്കുന്ന എന്തോ ഒരു ജീവിതത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ നമ്മൾ പുറത്ത് കടക്കുന്നു എന്നൊക്കെയാണ് ഈ ടവറിൻ്റെ അർത്ഥം. ടവർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് എ നെഗറ്റീവ് കാർഡ്. ഓക്കെ, അത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ചില നെഗറ്റിവിറ്റീസിൽ നമ്മൾ പെട്ടതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനമായിരിക്കാം, പോസിറ്റീവിലോട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പെട്ടെന്നൊരു സഡൻ ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നതാകാം. എന്തായാലും പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അതായത് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുക എന്നൊക്കെയാണ് ഈ ടവർ കാർഡിൻ്റെ മീനിങ്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വെയിറ്റ് ചെയ്തിരുന്ന പണം എന്നാണ് കേട്ടോ. മേ ബി സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു കൺഫ്യൂഷൻ വന്നായിരുന്നു എന്ന് തോന്നുന്നു. അത് വെയിറ്റ് ചെയ്യുന്ന പണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പണമാണ്, നമ്മളത് ആർക്കോ കൊടുത്തതായിരിക്കാം. ആ പണം നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ഒന്നതായിരിക്കാം. രണ്ട്, നമുക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പം നമ്മൾ നാളെ എന്ത് ചെയ്യും? ഇന്ന് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെ പ്രതീക്ഷിക്കുന്ന പണമാണ്. അതാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അതായത് എന്തോ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം, വിലപിടിപ്പുള്ള എന്തോ സാധനം, പണമായിരിക്കാം, ജോലിയായിരിക്കാം, നമ്മൾ കാത്തിരിക്കുന്ന വിലപിടിപ്പുള്ള എന്തോ ഒരു സാധനം, ജോലിയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസമായിരിക്കാം. അങ്ങനെ എന്തോ ഒന്ന് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് സ്ലോയിങ് ഡൗൺ എന്നൊരു മീനിങ് കൂടിയുണ്ട്. ഇത് സ്ലോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കുന്നതിന് ഒരു സമയമുണ്ട്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആൾക്ക് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എടുക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവരിൽ ഒരു പരിവർത്തനം വന്ന് ഇതിനെ സ്വീകരിക്കാൻ പ്രാപ്തമായ വിധം ആ ആളെ മാറ്റിയെടുക്കുന്ന സമയമാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞതിനകത്തെ കാലതാമസം. നമ്മൾ ഓർക്ക് എന്തുകൊണ്ടാണ് വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്, എത്ര നാളായി വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയത്തില്ലേ. അതിനർത്ഥം നമുക്കവിടെ എന്തോ ഒരു കാര്യം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്കവിടെ എന്തോ ഒരു കർമ്മിക് സിറ്റുവേഷൻ എൻഡാക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഇത് നമ്മളിലേക്ക് വരുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാത്തിരുന്ന ഒരു വിലപിടിപ്പുള്ള സാധനം നമ്മളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങളെ സംബന്ധിച്ച് എന്താണോ വിലപിടിപ്പുള്ളത് അത് നിങ്ങളിലേക്ക് വരും. പണമാകാം, കാറാകാം, വീടാകാം, ജോബാകാം, നിങ്ങൾ വളരെ മൂല്യം വെക്കുന്നൊരു വ്യക്തിയാകാം, നിങ്ങൾക്ക് ആരോടെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസമാകാം. എന്തോ ഒരു വിലപിടിപ്പുള്ള സാധനം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. മേ ബി നഷ്ടപ്പെട്ടു പോയ സാധനമായിരിക്കാം. ഓക്കെ, നിങ്ങൾ കാത്തിരുന്ന ഒരു ജോബ് ഓഫർ ആയിരിക്കാം. അങ്ങനെ എന്തോ ഒന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കേട്ടോ. ദെൻ ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഒരു പുതിയ ലവ് എന്നാണ്. പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഒരു പുതിയ ലവ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് ന്യൂ ലവ് ആയിരിക്കാം. ഒരു പുതിയ പ്രണയം, ഒരു പുതിയ വ്യക്തിയിൽ നിന്നുള്ളൊരു പുതിയ പ്രണയമായിരിക്കാം. അല്ലെങ്കിൽ മുൻപ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഒരു കാലഘട്ടത്തിൽ നിങ്ങളിൽ നിന്ന് ഒഴിവായി പോയ ഒരാൾ വീണ്ടും നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഏസ് ഓഫ് കപ്പും അടുത്ത് വരുമ്പോൾ ഈ വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിട്ട് വളരെ തണുത്തുറഞ്ഞു പോയ മനുഷ്യരുണ്ടല്ലോ. അതായത് ഒന്നും ചെയ്യാനില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നഷ്ടബോധത്തിലിരുന്ന ചില മനുഷ്യരുണ്ടല്ലോ. അവർക്ക് ചില ഉയർപ്പ് ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കും, എനിക്ക് ഇത്രയൊക്കെ മാറ്റം വന്നോ എന്ന്. നിങ്ങൾക്കൊരു സഡൻ ചേഞ്ച്, ടവർ, നിങ്ങൾക്കത് മനസ്സിലാവുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ജോബ് ഓഫർ ആയിരിക്കാം, ഒരാളുടെ സഹായം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ
ഏസ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കാണാൻ അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും വരുന്നതായിരിക്കാം. നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡറോ ഒക്കെ വരുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയൊക്കെ എഴുതിയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആവുന്നതോ ഒരു ഷോക്കിംഗ് ന്യൂസ് കിട്ടുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില ആളുകളോട് ഇന്ന് പ്രത്യേക ഒരു ഇഷ്ടം തോന്നുക, പിണങ്ങി നിൽക്കുന്ന ആളുകളോടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില മനുഷ്യരോട് നിങ്ങൾക്ക് ഇന്ന് കണ്ട് ഇഷ്ടമാവുന്ന മനുഷ്യരില്ലേ, അതുപോലെ ചില മനുഷ്യരെ നിങ്ങൾക്കിന്ന് ഇഷ്ടമാകുന്നു എന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിന്ന് പ്രത്യേകമായിട്ടൊരു സ്പിരിച്വൽ വേയിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു പുതിയ മാർഗം തുടർന്ന് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വന്നൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നതാകാനും സാധ്യതയുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. എയ്സുകൾ എപ്പോഴും പുതിയ തുടക്കമാണ്. അപ്പോൾ എയ്സ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഇമോഷണലി ഒരു പുതിയ തുടക്കമാകാം, ഒരു ന്യൂ ബിഗിനിങ് ആകാം, ഒരു ന്യൂ ഓഫർ ആകാം, അല്ലെങ്കിൽ നിങ്ങളിലൊരു മാറ്റം, ലവ് ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങളിൽ വരുന്നതാകാനും സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതോ അതിലൊരു പാർട്ടാകുന്നതോ ഒക്കെ ആകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് ആണോ? ഏസ് ഓഫ് കപ്സ് ഫസ്റ്റ് കാർഡും കിങ് ഓഫ് കപ്സ് കപ്പ് എനർജിയിലെ ലാസ്റ്റ് കാർഡുമാണ്. കിങ് ഓഫ് കപ്പ് എന്ന് വെച്ചാൽ വളരെയധികം സ്നേഹം എന്നാണ്, ഭയങ്കരമായ പ്രണയം, ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന പ്രണയം. അത് ശരിക്കും ഏസ് ഓഫ് കപ്പാണ്. ഈ വഴിഞ്ഞൊഴുകുന്ന പ്രണയം എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്പാണ്. പിന്നെ ഈ ഏസ് ഓഫ് കപ്പിനകത്തെ ഫെർട്ടിലിറ്റി എന്നൊരർത്ഥമുണ്ട്. പുതിയ ഒരു പ്രൊഡക്ഷൻ, അതായത് കുഞ്ഞുവാവ ഉണ്ടാവുന്നത്, അതൊരു പ്രൊഡക്ഷനാണ് എന്നാൽ പോലും കുഞ്ഞുവാവ വീട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാവുന്നതൊക്കെ ഏസ് ഓഫ് കപ്പ് വരുമ്പോൾ ഉണ്ടാവാറാണ്. ന്യൂ ബേബി കോൺസെപ്റ്റാണിത്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഫ്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാകാം, നമ്മുടെ വീട്ടിൽ പെറ്റ്സ് വരുന്നതാവാം. ഓക്കെ, നമ്മുടെ ഒരു അംഗസംഖ്യ കൂടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹ ബന്ധങ്ങളിലേക്ക് ഒരു കണ്ണിയും കൂടെ കൂട്ടിച്ചേർക്കുന്നതാകാനും സാധ്യതയുണ്ട്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇതാണ്, കപ്പുകളുടെ രാജാവാണ്. അപ്പം പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ ഏറ്റവും മുകളിലത്തെ കാർഡാണ് കിങ് ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എല്ലാവരോടും വളരെ സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളിന്ന് കുറേ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കൂടെ ഒക്കെ ആയിരിക്കും, ഇന്നെന്നല്ല കുറേ നാളുകളായിട്ട് നിങ്ങൾ അങ്ങനെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പലരോടുമുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. ആ പ്രകടിപ്പിക്കാത്ത സ്നേഹം ഇന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഇന്നും നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആരോടൊക്കെയോ വല്ലാതെ സ്നേഹം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങൾ നല്ല ജോലി, നല്ല പ്രവൃത്തി ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കിന്ന് നല്ല കൂലി കിട്ടുമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ എഫേർട്ടിനുള്ള റിവാർഡ് ഇന്ന് കിട്ടും. നല്ല പണപരമായിട്ടൊക്കെ നല്ല ധാരാളം സമ്പത്ത് വന്നു ചേരുന്ന ദിവസമാണ്. 9 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ പെൻറ്റക്കിൾസ് വേണ്ടിയിട്ട് കാത്തിരിക്കുകയെന്നാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഫ്രൂട്ട് ഓഫ് ദ റിവാർഡാണ് കേട്ടോ, ഫ്രൂട്ട് ഓഫ് ദ ലേബറാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടുന്നു എന്നാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, സമൃദ്ധി നമ്മളിലേക്ക് വരുന്നു എന്നാണ് ഈ 9 ഓഫ് പെൻറ്റക്കിൾ. ധാരാളം പണം വന്ന് ചേരുമെന്ന് തന്നെയാണ് കേട്ടോ. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരുന്നു എന്നാണ്. ദെൻ 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ എന്തോ, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ വരുമ്പോഴും നിങ്ങൾ പാസ്റ്റിലത്തെ എന്തോ ഒന്നിനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നിങ്ങൾക്ക് ഇപ്പുറത്ത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ആ കരച്ചിൽ നിന്ന്, ആ ഡിപ്രഷനിൽ നിന്ന് നിങ്ങളിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഭൂമിയിൽ ചെയ്യാൻ മറ്റെന്തൊക്കെയോ ആണ്. ഈ പ്രപഞ്ചം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടി, നിങ്ങളെ പരുവപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ കുറച്ച് പ്രശ്നങ്ങളിൽ പെടുത്തിയിട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ അതിൽ ഓർത്ത് വിഷമിച്ച് നിങ്ങളുടെ എനർജി വെറുതെ കളയരുത്. നിങ്ങൾ അതിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ എന്തിനാണോ ഭൂമിയിലേക്ക് വന്നേക്കുന്നത്, എന്താണോ നിങ്ങളുടെ സോൾ പർപ്പസ്, അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരും. ഇന്ന് കണ്ടില്ലേ, ഏസ് ഓഫ് കപ്പ്, 9 ഓഫ് പെൻറ്റക്കിൾ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് അവസരങ്ങളായിട്ട്, ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വന്നു ചേരുന്നുണ്ട്. അപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എന്തായാലും അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട. നഷ്ടപ്പെട്ടതൊന്നും നമ്മുടേതല്ല, അത് പൊക്കോട്ടെ. ഇനി നമുക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉതകുന്ന രീതിയിൽ, നമുക്ക് പരുവപ്പെട്ട രീതിയിൽ അത് തിരിച്ച് നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ ആയിരിക്കണം. എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം, എനിക്ക് നല്ലതല്ലാത്ത എല്ലാം എന്നിൽ നിന്ന് അകന്നു പോവുകയും വേണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് നല്ലത് മാത്രം നമ്മളിലേക്ക് വന്ന് ചേർന്നോളും. നിങ്ങൾ പഴയതിനൊത്ത് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കുറച്ച് പേര് കുറച്ച് ഡിപ്രഷനിലൊക്കെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ ഈ റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയ ആളുകളായിരിക്കാം, റീസെൻ്റ്ലി ജോലി പോയവരായിരിക്കാം, റീസെൻ്റ്ലി ഡിവോഴ്സ് ആയവരായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നവരായിരിക്കാം. കുറച്ചൊരു ട്രോമാറ്റിക് ആയിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇന്ന് കുറേ ഓഫേഴ്സ് വന്ന് ചേരും. ഓക്കെ, നെക്സ്റ്റ് എംബററാണ്. ഇതൊരു എംബറർ എന്ന് പറയുമ്പോൾ
ഒരു റൂളറാണ്, രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. അപ്പോൾ റൂളറാണ്, എംപയറിൻ്റെ, സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് സാമ്രാട്ട്. അതാണല്ലോ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈഗോയും അതിനനുസരിച്ച് റൂളിംഗ് പവറും അതിനനുസരിച്ച് കരുത്തും അതോറിറ്റിയും ഒക്കെ ഉള്ള ഒരാളായിരിക്കും ഈ എംപറർ എന്ന് പറയുന്നത്. മേ ബി നിങ്ങളായിരിക്കും എംപറർ. നിങ്ങൾക്ക് ഇന്നും മറ്റുള്ളവരോട് ഭയങ്കര ഈഗോയൊക്കെ തോന്നാനും ഞാൻ എന്തൊക്കെയോ ആണെന്ന് തോന്നാനും നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ എനർജി എംപറർ എനർജിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും. മേ ബി നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എംപററോ രാജാവോ ഒക്കെ ആയിരുന്നിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതിൽ അതിശയിക്കാനില്ല. പിന്നെ ഈഗോയിസ്റ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈഗോ ഉള്ളതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഈഗോ ഉണ്ടാവും. അപ്പോൾ എപ്പോഴാണ് വഴക്കുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈഗോ വെച്ചിട്ടാണ് പെരുമാറുന്നത്. മറ്റേ ആളുടെ ഈഗോ ഹേർട്ട് ആകുമ്പോഴാണ്. അപ്പോൾ ശരിക്കും ആർക്കാ ഈഗോ? നമുക്കും ഉണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഈഗോ ഉണ്ട്. അപ്പോൾ ഈഗോ എല്ലാവർക്കും ഉണ്ട്. ആ ഈഗോ ഹേർട്ട് ആകുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കുള്ള അതേ ഈഗോ മറ്റേ ആൾക്കും ഉണ്ട് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതോറിറ്റി കാണിക്കാൻ പോകരുത്. ഓക്കെ, ഒരു തരം നാർസിസ്റ്റ് പേഴ്സണാലിറ്റി പോലെയൊക്കെ കാണാൻ ഞാൻ പറയുന്ന കൊമ്പിന് അല്ല, എന്നപ്പം ഞാൻ പറയുന്ന മുയലിന് 3 കൊമ്പെന്നോ അങ്ങനെ എന്തോ പറയത്തില്ലേ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. അപ്പം അത്തരത്തിൽ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ എന്തോ ആണ്, ഞാൻ പറയുന്നതാണ് നടക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നതിനെല്ലാം നമ്മൾ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നല്ലതല്ല. നമ്മൾ അതിനൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇന്ന് കുറച്ച് സ്ട്രക്ചേർഡ് ആകാൻ സാധ്യതയുണ്ട്. വീടൊക്കെ അടിച്ച് വാരി തുടയ്ക്കുക, കുറച്ചധികം ജോലി ചെയ്യുക എന്ന് മൊത്തത്തിലൊന്ന് എല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചറാക്കി വെക്കാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ ഘടനയിലേക്ക് നമ്മുടെ വീടായാലും ജോലി സ്ഥലമായാലും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന ആകാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി വെച്ച് വൃത്തിയാക്കുന്നതോ ഒക്കെ ആകാനും സാധ്യതയുണ്ട്. കാണാതെ പോയ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇന്ന് തിരിച്ചിടും കേട്ടോ. അതൊക്കെയാണ് എംപറർ എനർജി പറയുന്നത്. ഇവിടെ പ്രൊമോഷൻ, ജോലിയുള്ള ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പവർ മറ്റുള്ളവരോട് കാണിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ യൂണിഫോം ജോബ്സ് ഉണ്ടോ, ഈ കോടതിയായിരിക്കാം, കോടതിയിൽ വിധി വരുന്നതാവാം, കോടതി കേസുകളിൽ പെടുന്നതാവാം, പോലീസ് അല്ലെങ്കിൽ പട്ടാളം, ഫോറസ്റ്റ്, എക്സൈസ് പോലുള്ള യൂണിഫോം ജോബ്സില്ലേ, അത്തരത്തിലുള്ള ആളുകളായിട്ടൊക്കെ സമ്പർക്കപ്പെടുക മീൻസ് നൈസ്ലി സമ്പർക്കപ്പെടുന്നതല്ല, എന്തെങ്കിലുമൊക്കെ പെനാൽറ്റിയുടെ പേരിലോ എന്തെങ്കിലും വയലേഷനൊക്കെ സംഭവിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. മേ ബി അങ്ങനെ നമ്മൾ റൂൾ ചെയ്യപ്പെടാൻ, നമ്മൾ ഭരിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സുപ്പീരിയർ അതോറിറ്റീസിനോടൊക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കണേ. 6 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളിന്ന് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലേക്ക് ചെന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ പഴയ കൂട്ടുകാരോ ബന്ധുക്കളോ നെയ്ബേഴ്സോ കൂടെ പഠിച്ചവരോ കൂടെ ജോലി ചെയ്തവരായിട്ടുള്ള ആളുകളെ കാണുകയോ അവരോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുകയോ അവരുടെ കൂടെ ട്രിപ്പ് പോവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ ചെന്ന് കാണുന്നതോ അവരുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതോ ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് അവരെക്കുറിച്ച് ഫോണിൽ കൂടി എങ്കിലും ചില കാര്യങ്ങൾ അറിയുന്നതോ ആകാൻ സാധ്യതയുണ്ട്. നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് 6 ഓഫ് കപ്സ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചൊന്ന് നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇത് നടക്കാൻ സാധ്യതയുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതോ നിങ്ങൾ വീട് വെക്കുന്നതോ വീട് വിൽക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. അവർ പൈസ തരുമോ, ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങളെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കുന്നതാകാനും മതി. അങ്ങനെ ആയാലും അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. സിബ്ലിങ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു എനർജി കാണുന്നുണ്ട്. വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനർജി കാണുന്നുണ്ട്. അതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്ത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളെയും നമുക്ക് സഹായം കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. പാസ്റ്റിൽ നിന്നാണ്, പഴയ ആളുകളാണ് കേട്ടോ. നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ആളുകളുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന ദിവസം ഉണ്ടാവുമെന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് ജോബ് ഓഫറൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വീടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിന്ന് വീടൊക്കെ കാണാൻ പോവേ അല്ലെങ്കിൽ വീടിനുള്ള ഓഫർ തരികയൊക്കെ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. 6 ഓഫ് കപ്സ് കേട്ടോ. അതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ധാരാളം പണം വന്ന് ചേരും എന്ന് പറയുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് പണം ധാരാളമായിട്ട് വന്ന് ചേരും. നമ്മളിന്ന് പെൻറ്റക്കിൾസിൻ്റെ രാജാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ധാരാളം പണം വരുമ്പോൾ അതിലൊരു അംശം നമ്മൾ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കണം, വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം.
മച്ചുറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ക്ഷമയോടുകൂടി ഇരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്കിതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് തീരുമാനിച്ചൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചറിൻ്റെയൊക്കെ ഒരു കാര്യം പറഞ്ഞില്ലേ, സെയിം ആണ് കിങ് ഓഫ് സ്വോർഡ്സ്. നിങ്ങൾക്ക് ഇന്ന് വളരെ ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കും. അവിടെ ഇമോഷന് യാതൊരു കാര്യമില്ല, അവിടെ ഹെഡ് ഓവർ ഹാർട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ യേശു കഷ്ടമായിപ്പോയി, അങ്ങനെ അവർക്ക് അങ്ങനെ കൊടുത്താലോ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലോ എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിങ്ങളുടെ ഇമോഷനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രില്യൻസ് വെച്ചും കൂടെ ചിന്തിക്കും. അതാണ് കിങ് ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഉറച്ച തീരുമാനം എടുക്കും, കട്ട് ആൻഡ് ഡ്രൈവ് ആയിരിക്കും, നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരെ വാ നേരെ പോ, ആർക്കും പക്ഷം പിടിക്കരുത്, നേരെ വാ നേരെ പോ തന്നെയാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ പോകരുത്, പണി കിട്ടും. ഓക്കെ, ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് സോഡ്സ് ആണ്. രാത്രി ഉറങ്ങിയിട്ടുണ്ടാകത്തില്ല, കുറച്ച് മാനസിക സംഘർഷമായിരിക്കാം, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് കരഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകളോ പനിയോ ജലദോഷമോ ചുമയോ അങ്ങനെയുള്ള അസുഖങ്ങളോ ബാക്ക് പെയിനോ വയറിന് പ്രശ്നമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. മസിൽ കയറുന്നതും ആകും കേട്ടോ, മസിൽ ക്രംസും ആകും. അങ്ങനെ പോലും ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ടാവാം രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് രാവിലെ ഉണരുമ്പോൾ ഒരു ചെറിയൊരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്. നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ടവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കിങ് ഓഫ് സോഡും ടവറും കൂടെ ഒരുമിച്ച് വരുമ്പം ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു എംബറും കൂടി ഉള്ളതുകൊണ്ടേ കുറച്ച് ഈഗോ ഉള്ള ദിവസമായിരിക്കും. അപ്പോൾ മൊത്തത്തിലൊരു മറ്റുള്ളവരോട് കയറി ഉടക്കാനുള്ളൊരു സാധ്യത, അതുപോലെ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ ഉള്ള ടെൻഡൻസി, പിന്നെ എപ്പോഴും നമ്മൾ വേഗത കൂടുമ്പോൾ നമുക്കത് നിർത്താനുള്ള, നമ്മൾ ഡ്രൈവിങ്ങിൻ്റെയൊക്കെ ക്ലാസ്സിന് പോകുമ്പോഴത്തേക്ക് അവർ നമ്മളോട് പറയത്തില്ലേ, നിങ്ങൾ എത്ര വേഗത്തിൽ പോകുന്നോ അത്രത്തോളം നിങ്ങളുടെ കാഴ്ച മറന്നിരിക്കും, നിങ്ങൾ ബ്രേക്ക് പിടിച്ചാൽ പിന്നെയും ഒരു 30 മീറ്ററും കൂടെ മാറിയിട്ടേ വണ്ടി നിൽക്കത്തുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങൾ അപകടത്തിൽ അങ്ങനെ പെട്ടിട്ടുണ്ടാവുമെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫിനെ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആക്സിലറേഷൻ നമ്മുടെ കയ്യിലായിരിക്കണം. വേഗത്തിൽ പോകാൻ പറ്റുന്ന ഇടങ്ങളിൽ മാത്രം വേഗത്തിൽ പോവുക, അല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകുക. അപ്പോൾ നമ്മൾ ഇന്ന ദിവസം നമ്മളൊരു അട്ടിമറി പ്രതീക്ഷ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അത് എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഗൈഡൻസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ ഇന്നിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് എങ്ങനെയുണ്ടെന്നാണ്. അതായത് നമ്മുടെ ഫ്യൂച്ചറാണ്, ഇന്നത്തെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മുന്നേ കൂട്ടി നമ്മൾ അറിയുന്നതായതുകൊണ്ട് തന്നെ നമുക്കതിലൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. അതിനെ അതിൻ്റേതായ അർത്ഥത്തിലെടുക്കുക, ശ്രദ്ധിച്ചൊക്കെ നടക്കുക കേട്ടോ. ഇന്ന് വീഴാതെയൊക്കെ സൂക്ഷിച്ച്, ഉയരത്തിലൊക്കെ കയറുന്നവരൊക്കെ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ച് പോകണം കേട്ടോ. അപ്രതീക്ഷിതമായ വാർത്തകൾ കേൾക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഈ ടവർ പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ ഫ്ലൈറ്റൊക്കെ വന്നിട്ടേ, ഫ്ലൈറ്റിൽ വരാനൊക്കെ എല്ലാം ചാലുവായി ഇരുന്ന് ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നു. അപ്പോൾ അവർ വരത്തില്ല എന്നറിയുന്നതൊക്കെ നമുക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഷോക്കിംഗ് ന്യൂസൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, നല്ലതായിട്ട് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് വന്നോ, അത് സംഭവിച്ചോ, നിങ്ങളുടെ അടുത്ത് എത്തി എന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങളതിന് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഏതാണ്ട് 29% ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നത്. ബാക്കി 71% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ